കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരി അപകടത്തിൽപ്പെട്ട് അബോധാവസ്ഥയിലായ കേസിലെ പ്രതി പിടിയിൽ. കാർ ഡ്രൈവർ പുറമേരി സ്വദേശി ഷെജിലാണ് കോയമ്പത്തൂരിൽ വെച്ച് പിടിയിലായത്. പ്രതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടു. പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ആഗ്രഹം. വെച്ചാൽ പിന്നെ എൻ്റെ മോളിപ്പം ഒരു കൊല്ലമായി ഈ മോള് ഈ അവസ്ഥയിലാണ് കിടക്കുന്നത്. അയാൾ ഇതും ചെയ്തിട്ട് അയാൾ ഗൾഫിലേക്ക് കടന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള അയാളായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സാധാരണക്കാരായ നമ്മളെപ്പോലത്തെ ആൾക്ക് നമ്മളെ ജീവനൊരു വിലയില്ല. അപ്പോൾ ഒരു രണ്ട് ജീവന് റോഡുമ്പോൾ കിടന്നിട്ടും അയാൾ അത് കണ്ടും കൊണ്ട് നിർത്താണ്ട് പോയി. അയാൾ നിർത്തിയതാണെങ്കിൽ എൻ്റെ അമ്മ ഇന്നും ജീവനോടെ ഉണ്ടാവുമായിരുന്നു. രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അമ്മ. പക്ഷെ അയാൾ നിർത്താണ്ടാണ് ആ വണ്ടി പോയതും. എന്നിട്ടും അയാളെ ഈ കുറ്റം കാറിനെ ഇതാക്കി വർഷാപ്പ് കൊണ്ട് ഇതാക്കി ചെയ്ത് പുതിയതാക്കി. എന്നിട്ട് അയാൾ ഇൻഷൂർ പണവും വാങ്ങി. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ആ കുഞ്ഞ് ഇപ്പോഴും, അതായത് മാസങ്ങളായിട്ട്, ഏകദേശം 1 വർഷത്തോളമാകുന്ന ഈ അപകടം നടന്ന് ഈ അബോധാവസ്ഥയിലാണ്. വലിയ ദുരന്തം നേരിട്ടൊരു കുടുംബം. ആ കുടുംബത്തിലെ ആ കുഞ്ഞിന്റെ അമ്മയാണിപ്പോൾ പ്രതികരിച്ചത്. കാരണം ഈ അമ്മ സൂചിപ്പിച്ചതുപോലെ, ഈ കുട്ടിയുടെ കുടുംബം സൂചിപ്പിച്ചതുപോലെ, ആ മുത്തശ്ശിക്ക് അന്ന് അപകടത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. 9 വയസ്സുകാരി അബോധാവസ്ഥയിലാകുന്നു. അങ്ങനെ നാളുകളോളം ഒരു ദുരന്തം കൺമുന്നിൽ കാണേണ്ടി വന്ന ഒരു കുടുംബമാണ്. ഇപ്പോഴും ആ ഒരു ആഘാതത്തിൽ, ആ ഒരു അപകടത്തിന്റെ ആഘാതത്തിൽ നിന്നും അവർ മുക്തരായിട്ടില്ല. ഈ അപകടത്തെ തുടർന്ന് കാർ ഡ്രൈവർ പുറമേരി സ്വദേശി ഷെജിൽ വിദേശത്തേക്ക് കടന്നിരുന്നു. പിന്നീട് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് തുടരുകയായിരുന്നു. ഒടുവിൽ കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പ്രതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഈ അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വിശദാംശങ്ങൾ. ടോം, വടകരയിൽ 9 വയസ്സുകാരിയെ ഇടിച്ചിട്ട് കളഞ്ഞ കാറിന്റെ ഡ്രൈവർ പിടിയിലായിട്ടുണ്ട്. കോയമ്പത്തൂർ വെച്ചാണ്. UAE ജോലി നോക്കിയിരുന്ന ഇയാൾ നാട്ടിലെത്തുന്നതിനായി കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ എമിഗ്രേഷൻ വിഭാഗത്തിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്കായി നേരത്തെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇക്കാര്യം എമിഗ്രേഷൻ വിഭാഗത്തിന് ലഭിക്കുകയുമായിരുന്നു. എന്തായാലും വടകര പോലീസിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. വടകര പ്രതിയെ കൈമാറുകയും ചെയ്തു. വടകരയിലേക്ക് ഇയാളെ എത്തിക്കുകയും ചെയ്യും. 2024 ഫെബ്രുവരി 17 വടകര ചോറോട് വെച്ച് അപകടമുണ്ടായത്. വഴി മറികടക്കാൻ ഒരു വഴിയുടെ ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയായിരുന്നു ബേബി എന്ന മുത്തശ്ശിയും ഋഷാന എന്ന കുട്ടിയും. ഈ സമയമാണ് രണ്ടുപേരെയും ഈ വാഹനം ഇടിച്ചിട്ടത്. ബേബി ഇതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരിക്കുകയും ഈ കുഞ്ഞ് കോമയിലേക്ക് നീങ്ങുകയുമായിരുന്നു. മാസങ്ങളോളം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടത്തിയുള്ള ചികിത്സയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വീട്ടിലേക്ക് മാറ്റിയെങ്കിലും ആരോഗ്യസ്ഥിതി ഒട്ടും തൃപ്തികരമല്ല. വീട്ടിലും ഇപ്പോൾ കോമയിൽ തന്നെയാണ് ആ കുട്ടി കഴിയുന്നത്. അതിന് ഇടയ്ക്കിടെ പനി വരുന്നു, മറ്റ് ഫിറ്റ്സിന്റെ മറ്റു ലക്ഷണങ്ങളും പ്രകടമാക്കുന്നുണ്ട് എന്നും കുടുംബം പറയുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിക്കുകയും ഈ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുകയും ചെയ്ത വാർത്തകൾ അറിഞ്ഞപ്പോഴൊന്നും ഈ ഷൈജിൽ എന്നയാള് ഒരു ഘട്ടത്തിലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. ഇയാൾ വണ്ടിക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ മാറ്റി അതിന്റെ ഇൻഷുറൻസ് തുക 30,000 രൂപ ക്ലെയിം ചെയ്തെടുക്കുകയും ചെയ്തു. വണ്ടി ഒരു മതിലിൽ ഇടിച്ചു എന്നാണ് ഈ ഇൻഷുറൻസ് ക്ലെയിമിന് വ്യാജമായി പറഞ്ഞത്. പെയിന്റ് ഒക്കെ മാറ്റി പിന്നീട് ഓരോ മാസത്തിനുള്ളിൽ വിദേശത്തേക്ക് ഇയാൾ കടന്നു കളയുകയും ചെയ്തു. ഇതിനുശേഷം മാസങ്ങൾ നീണ്ട പരിശോധനയാണ് പോലീസ് നടത്തിയത്. ഏത് വാഹനമാണ് എന്ന് സംബന്ധിച്ച കൃത്യമായ തെളിവ് അന്ന് ലഭിച്ചില്ല. CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചെങ്കിലും ഒരു തെളിവ് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് ശേഷം ഈ ഇൻഷുറൻസ് ക്ലെയിം എടുത്തതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുന്നതും. അതേക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്തപ്പോഴാണ് ഈ വാഹനമാണ് ഇടിച്ചതെന്ന് കണ്ടെത്തിയത്. ഇയാളോട് നാട്ടിലേക്ക് എത്താൻ പോലീസ് നിർദ്ദേശം നൽകിയെങ്കിലും ഇയാളത് വകവെച്ചില്ല. ഉടനെങ്ങും എത്താൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് സ്വീകരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 50,000-ലധികം ഫോൺ കോളുകളാണ് ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പരിശോധിച്ചത്. 19,000 വാഹനങ്ങളും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുകയും ചെയ്തു. ഇതിനൊക്കെ ഒടുവിലാണ് ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇത്തരം ഈ അപകടം നടത്തിയത് ഈ വാഹനമെന്നും കണ്ടെത്താൻ കഴിഞ്ഞത്. മനഃപൂർവ്വമല്ലാത്ത
നരഹത്യ, അശ്രദ്ധമായി വാഹനമോടിക്കൽ, ഇൻഷുറൻസ് ക്ലെയിം തട്ടിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് നിലവിൽ ഈ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ കുടുംബം ഇതുകൊണ്ടൊന്നും തൃപ്തരല്ല. അവർ ആവശ്യപ്പെടുന്നത് മനഃപൂർവ്വമുള്ള ഒരു നരഹത്യയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൊലം കുറ്റം ചുമത്തണം. ഒപ്പം ഈ കുട്ടിയെ വാഹനം ഇടിച്ചതുമായി ബന്ധപ്പെട്ട് വധശ്രമത്തിന് കേസെടുക്കുകയും വേണം. കാരണം ഈ കൃത്യം നടന്ന ശേഷം കൃത്യമായ ക്രിമിനൽ ബുദ്ധി വ്യക്തമാണ്. MS സനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വടകരയിൽ 9 വയസ്സുകാരി അബോധാവസ്ഥയിലായ വാഹനാപകട കേസിലെ പ്രതിയാണ് മാസങ്ങൾക്ക് ശേഷം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.